അങ്ങനെ രവിയാണെങ്കിൽ ആകെപ്പാടെ മൂഡ് ഓഫ് ആണ് കേട്ടോ. ഈ സമയത്ത് അച്ഛമ്മ പറയുന്നുണ്ട്, നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേ? അവളെക്കുറിച്ച് നിനക്ക് പണ്ടേ അറിയാവുന്നതല്ലേ? ശ്രുതിക്ക് വേണ്ടി എന്ത് ചെയ്യാനും അവൾക്ക് ഒരു മടിയില്ല. പക്ഷേ നിന്റെ ഈ മോന് വേണ്ടി അവൾ ഒന്നും ചെയ്യില്ലല്ലോ. ആ സ്വർണം കട്ടോണ്ട് പോയപ്പോ പോലും അവൾ എന്താ പറഞ്ഞത്? ഞാനോ അല്ലെങ്കിൽ ഇവളുടെ വീട്ടുകാരോ ആണ് മറച്ചതെന്നല്ലേ? അവളെ എൻ്റെ കൈ കിട്ടട്ടെ, ഞാൻ ശരിയാക്കുന്നുണ്ട് എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ രവിയും സച്ചിയും രേവതിയും കൂടിയിട്ട് അച്ഛമ്മയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അവിടുന്ന് നമ്മുടെ രവി അവിടുന്ന് ഇറങ്ങിപ്പോകുന്നൊരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. ഈ സമയത്ത് ഇവരും കൂടെ ചേർന്ന് എല്ലാവരും കൂടി അച്ഛമ്മയുടെ നാട്ടിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റോറി കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ടു നോക്കുകയാണെങ്കിൽ മനസ്സിലാവും കേട്ടോ. അങ്ങനെ അച്ഛമ്മ പറയാണ്, എടാ രവി, നാണം കെട്ട് നീ ഇനി അങ്ങോട്ട് പോവണ്ട. അവളെന്താ പറഞ്ഞത്? അവളുടെ അച്ഛമ്മയുടെ വീടാണെന്ന്, അവിടെ താമസിച്ചോട്ടെ, നീ ഇനി അങ്ങോട്ട് പോവണ്ട. അപ്പോ സച്ചി പറയാണ്, അത് തന്നെയാ ഞാനും പറഞ്ഞത്. അമ്മയുടെ അഹങ്കാരം കുറച്ചൊന്ന് കുറയട്ടെ. അമ്മയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട മകനല്ലേ ശ്രുതി, അവനടുത്തുണ്ടല്ലോ, പിന്നെന്തിനാ നമ്മളൊക്കെ? രേവതി പറയുന്നുണ്ട്, എന്താ സച്ചിയേട്ടായത്? അച്ഛമ്മയെടുത്ത് കൊണ്ടുവരുമ്പോഴെങ്കിലും അച്ഛമ്മയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് കരുതിയിട്ടില്ലേ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? അച്ഛമ്മ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണോ? അവർ തമ്മിൽ ഒരുമിച്ച് സമാധാനത്തോടെ പോവട്ടെ അച്ഛമ്മേ, അതല്ല നല്ലത് എന്ന് പറയാണ്. അച്ഛമ്മ പറഞ്ഞിട്ടുണ്ട്, നീയൊന്നും മിണ്ടാതിരി രേവതി, നിനക്കൊന്നും അറിയില്ല. കെട്ടിയ കാലം തൊട്ട് ഇവൻ അനുഭവിക്കുന്നതാ അവളുടെ ഇമാതിരി ഒരു തോന്നിവാസങ്ങള്. എന്നിട്ട് സോപ്പിട്ട് അവൾ ഇങ്ങോട്ട് വരികയും ചെയ്യും. അതിനെല്ലാം ഈ പൊട്ടം നിന്ന് കൊടുക്കുകയും ചെയ്യും എന്ന് പറയുന്നുണ്ട്. എന്റെ മോനായതുകൊണ്ട് പറയല്ല, അവൾ രണ്ടെണ്ണം കൊടുത്താലേ നിലക്ക് നിർത്തായിരുന്നു. പക്ഷെ ഇവനത് ചെയ്തില്ല. ഇത്രയും കാലമായിട്ടും അവളെ തല്ലിയിട്ടില്ല. അങ്ങനെ സ്ത്രീകളെ തല്ലണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ തല്ല് കൊള്ളേണ്ട കുറെ ഇനങ്ങളുണ്ട്, അതുങ്ങളെ തല്ലി തന്നെ വളർത്തണം എന്ന് പറയാണ്. ചന്ദ്ര കാണിക്കുന്ന ഈ സ്വഭാവത്തിന് ആരെങ്കിലും അവരുടെ ചെവിടത്തിനുറം പൊട്ടിച്ചാലേ അവള് നന്നാവുള്ളൂ. ഇവനല്ലേ പറ്റാത്തുള്ളൂ, ഞാൻ ചെയ്തു കാണിക്കാം എന്ന് പറയാണ്. രേവതി പറഞ്ഞിട്ടുണ്ട്, അയ്യോ വേണ്ട, അച്ഛമ്മ അങ്ങോട്ട് വന്നാലേ സീനാകെപ്പാടെ കുഴഞ്ഞു മറിയും. അതുകൊണ്ട് വേണ്ട, ഞങ്ങൾ തന്നെ തിരിച്ചു പോക്കോളാം. 2 ദിവസം കഴിയട്ടെ. അമ്മ എന്തായാലും അച്ഛനെ തുരുതുരാ വിളിക്കുന്നുണ്ട്. ഒരു പ്രാവശ്യയിലും അച്ഛന്റെ മനസ്സലിയണം. ഇങ്ങനെ രണ്ടുപേരും തമ്മിൽ മാറി നിൽക്കുമ്പോളെ അച്ഛൻ അമ്മയോടും അമ്മയ്ക്ക് അച്ഛനുള്ള സ്നേഹം പരസ്പരം മനസ്സിലാവും. വിട്ടു പിരിയാൻ പറ്റില്ലെന്ന് രണ്ടുപേർക്കും മനസ്സിലാവുമ്പോളെ പതിയെ അച്ഛനും അങ്ങോട്ട് പോയിക്കോളും. അമ്മയും തണുത്ത് മാപ്പ് പറയും. അതോടുകൂടി പ്രശ്നങ്ങളെല്ലാം ഓക്കെ ആവും എന്ന് രേവതി പറയാണ്. അപ്പോ അച്ഛമ്മ പറഞ്ഞിട്ട്, അങ്ങനെ ഇവൻ തണുത്തുറഞ്ഞ് അങ്ങോട്ട് പോവണ്ട. അങ്ങനെയാണെങ്കിലേ അവൾ വിചാരിക്കും ഇവൻ വേറൊരു പോങ്ങനാണെന്ന്. അല്ലെങ്കിൽ തന്നെ അവളുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയുണ്ട്. അതുകൊണ്ടല്ലേ അവൾ ഇത്രയൊക്കെ പറഞ്ഞത്. 35 വർഷം ഇവൻ വളയം പിടിച്ച് കഷ്ടപ്പെട്ടതൊന്നും അവളുടെ മനസ്സിലില്ലല്ലോ. അവൾ അപ്പോഴും പറഞ്ഞെന്താ, അവളുടെ അച്ഛൻ പണിത വീടാണെന്ന്. അവളുടെ അച്ഛൻ പണിത് പോലും അന്ന് അങ്ങേര് ആ സ്ഥലം കൊടുത്തുള്ള ശരി തന്നെയാ. അതിനകത്ത് ഒരു ചെറ്റക്കുടിലായിരുന്നു. അത് ഇത്രയും പണിയിപ്പിച്ച് ഇത്രയും രീതിക്ക് എത്തിച്ചത് എന്റെ മകനാ. അത് മാത്രല്ല, ഈ 3 കുട്ടികളെ പഠിപ്പിച്ച് ഈ നിലയിലെത്തിച്ചതും അവൻ തന്നെയാ. അവന്റെ കഷ്ടപ്പാടിനും വേർപ്പിനും ഒരു വിലയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. രേവതി പറയുന്നുണ്ട്, അച്ഛൻ ഇങ്ങോട്ട് വന്നേ, ഇവിടുന്ന് ശരിയാവില്ല എന്നും പറഞ്ഞ് അടുക്കളയിലേക്ക് കൊണ്ടുപോവാണ്. നിക്ക് രേവതി, ഞാൻ പറയട്ടെ, പറഞ്ഞ എന്താ കുഴപ്പം? എന്റെ പൊന്നച്ഛമേ, അച്ഛനെ കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നതേ അവരുടെ വഴക്ക് കൂട്ടിക്കാനല്ല, എങ്ങനെയെങ്കിലും കുറച്ചേ ഒന്നിച്ച് പോകാൻ വേണ്ടിട്ടാ. അച്ഛമ്മ പറഞ്ഞു കൊടുത്ത് തിരിപ്പിക്കാൻ തോന്നുന്നല്ലോ. നിനക്ക് അങ്ങനൊക്കെ തോന്നും. ചന്ദ്രയെ കൊണ്ടേ ഞങ്ങൾ കുറെ അനുഭവിച്ചതാ. ഇതൊന്നും ആയിരുന്നില്ല പണ്ട് ചന്ദ്രയുടെ സ്വഭാവം. നീ ഓർക്കുന്നുണ്ടോ സച്ചി ഇവിടെ കൊണ്ട് വിട്ടതിന്റെ കാര്യമൊക്കെ? അത് ഓർക്കുമ്പോ ഇന്നും എന്റെ ചങ്ക് പൊള്ളുക. എന്റെ മോൻ അമ്മയുടെ അച്ഛന്റെ സ്നേഹം കിട്ടാതെ വളർന്നൊക്കെ. അപ്പൊ നമ്മുടെ രേവതിക്ക് ഒരു ഐഡിയ തോന്നുന്നുണ്ട്. രേവതി കുറെ കാലം കൊണ്ട് ആ രഹസ്യം എന്താണെന്ന് ചോദിക്കുകയാണല്ലോ, ആരും പറയുന്നില്ല. രേവതി ചോദിക്കുന്നുണ്ട്, അല്ലച്ചമ്മേ എന്താ കാര്യം? ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ശ്രീകാന്തിനോടും ശ്രുതിയോടൊക്കെ അമ്മയ്ക്ക് ഭയങ്കര കാര്യാ, പക്ഷെ സച്ചിയോടോട് മാത്രം അതില്ല. അതെന്താ അങ്ങനെ? ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ടായ ഉടനെ ഒരു മകനെ അങ്ങനെ ആരും തള്ളി പറയില്ലല്ലോ. അപ്പൊ ഇതിന് പിന്നില് എന്തോ കാര്യമായൊരു കാരണമില്ലേ എന്ന് പറയാണ്. അപ്പോഴേക്ക് അച്ഛൻ പറയുന്നുണ്ട്, ഒന്നുമില്ല മോളെ, അതെല്ലാം കഴിഞ്ഞു പോയ കാര്യങ്ങളാ. അതൊന്നും ഓർക്കാൻ കൂടി ഞാനും സച്ചിയൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് അതൊന്നും അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഒരിക്കലും അതൊന്നും ആരും അറിയേ വേണ്ട, കുത്തിപ്പൊക്കാൻ വേണ്ട എന്ന് പറയുന്നുണ്ട്. രേവതി ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛമ്മേ, ഞാൻ സച്ചിന്റെ ഭാര്യയല്ലേ, എന്നോട് പറഞ്ഞ എന്താ കുഴപ്പം? പെട്ടെന്ന് സച്ചി അങ്ങോട്ടേക്ക് കയറുകയാണ്. എന്താ ഇവിടെ പ്രശ്നം? അല്ല, രേവതി മോളെ ചോദിക്കായിരുന്നു, നീയും ചന്ദ്രൻ തമ്മിൽ എന്താ പ്രശ്നമെന്ന്. അപ്പോ
സച്ചി പറയുന്നുണ്ട്, അതെ ഞാനിവക്ക് പറഞ്ഞു കൊടുക്കാം, ബാ രേവതി എന്നും പറഞ്ഞ് മുറിയിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അച്ഛമ്മ ആകെ പാടെ ഡെസ്പായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ആ ഒരു സംഭവത്തെക്കുറിച്ചൊക്കെ ഓർത്തുകൊണ്ട്. റൂമിലേക്ക് കൊണ്ടുപോയിട്ട് സച്ചി പറയുന്നുണ്ട്, നിനക്കതിപ്പോൾ അറിയണമെന്നുള്ളത് എന്താ ഇത്ര വാശി? അതെന്നെ അറിയിക്കില്ലെന്ന് നിങ്ങൾക്ക് എന്താ ഇത്ര വാശി? എന്തോ കുഞ്ഞിൽ നടന്ന ഒരു ഇൻസിഡന്റ്, അതിനെക്കുറിച്ച് ഞാൻ അറിഞ്ഞ എന്താ പ്രശ്നം? പലതവണയായിട്ട് ഞാൻ പല വഴി കൂടി അറിയാൻ ശ്രമിക്കാം, പക്ഷെ അത് മാത്രം നിങ്ങൾ എന്നോട് പറയുന്നില്ല. ഞാൻ നിങ്ങളോട് എന്തെങ്കിലും സത്യം മറച്ചു വെക്കുന്നുണ്ടോ? പിന്നെ നിങ്ങൾ എന്തിനാണ് എന്നോട് മറച്ചു വെക്കുന്നത്? രേവതി, ഞാനത് പലതവണ പറഞ്ഞു കഴിഞ്ഞു. എൻ്റെ മനസ്സിൽ ഒരിക്കലും ഇഷ്ടപ്പെടാത്തൊരു സംഭവമാണത്. ഞാൻ എന്നോട് പറഞ്ഞല്ലേ, ആ സംഭവം ഇനി ഒരിക്കലും ഓർത്തെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നീ അത് അറിയാൻ വേണ്ട. നീ അറിഞ്ഞാ എന്നെക്കാളും കൂടുതൽ വിഷമാവും നിനക്ക്. അത് മാത്രമല്ല, ജീവിതകാലം മുഴുവനും നിന്റെ മനസ്സിൽ ഞാൻ അനുഭവിക്കുന്ന അതേ ഭാരം നിന്റെ മനസ്സിലുണ്ടാവും. നെഞ്ചത്ത് ഒരു കല്ല് വെച്ച പോലെ ഇരിക്കും. നീയെങ്കിലും സന്തോഷത്തോടെ ഇരിക്കണം. ഒരിക്കലും അതൊന്നും നീ അറിയണ്ട. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്നോട് നീ ചോദിക്കുകയും ചെയ്യരുത്. മറ്റാരോടും ചോദിച്ച് അതറിയാനും ശ്രമിക്കേണ്ട. നമുക്കതിലുള്ള സന്തോഷം നീ കളയരുത് എന്നും പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങിപ്പോവാൻ കേട്ടോ. സച്ചി അങ്ങനെ വീടിന്റെ ഉമ്മത്തായിട്ട് ഒരു പടിക്കെട്ട് പോലുണ്ട്, അവിടെ പോയിരുന്ന് നിലാവത്തൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. എന്നിട്ട് സച്ചി കരയുന്നുണ്ട് കേട്ടോ. സച്ചിയുടെ കണ്ണിൽ കൂടി ഇങ്ങനെ വെള്ളം ഒഴുകുന്നുണ്ട്. ഈ സമയത്ത് രേവതി സച്ചി അന്വേഷിച്ച് വരുന്നുണ്ട്. നോക്കുമ്പം അവിടെ വന്നിരിക്കുന്ന കാണുകയാണ്. അങ്ങനെ രേവതി സച്ചിയുടെ അരികിലേക്ക് ചെല്ലുകയാണ്. സച്ചിയേട്ടൻ എന്താ ഇവിടെ വന്നിരിക്കുന്നത്? കരയാണോ? എന്ത് സച്ചിയേട്ടാ, എന്താ കാര്യം? ഒന്നുമില്ല രേവതി, ഓരോ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ ചങ്കിനകത്ത് ഒരു തീ കോരിട്ട പോലെ ഉണ്ട്. സഹിക്കാൻ പറ്റുന്നില്ല, ചങ്ക് പൊട്ടിപ്പോകും തോന്നുന്നു എന്നൊക്കെ പറയുമ്പം രേവതിക്ക് ആ സംഭവമാണെന്ന് മനസ്സിലാവുന്നുണ്ട്. ഇനിയും ചോദിച്ചാൽ സച്ചിക്ക് ഭയങ്കര സങ്കടവും ദേഷ്യമൊക്കെ വരുന്ന മനസ്സിലായതുകൊണ്ട് തന്നെ അവൾ ഒന്നും ചോദിക്കുന്നില്ല. രേവതിയുടെ മടിയിലേക്ക് സച്ചി കിടക്കുന്നുണ്ട്. രേവതിയാണെങ്കിൽ അവളുടെ തല തടവിക്കൊണ്ട് പറയാണ്, സാറില്ല സച്ചിയേട്ടാ, എന്തായാലും ഈ ഒരു ആംബിയൻസും ഈ ഒരു വൈബും ഒക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല രസമാണല്ലേ സച്ചിയേട്ടാ, നമ്മൾ മാത്രമായിട്ട് ഇങ്ങനെ മുറ്റത്തിരിക്കാൻ എന്ത് രസമല്ലേ? നമ്മുടെ വീട്ടില് ടെറസിന് മണ്ടൊക്കെ ഇരിക്കുന്ന പോലെ തന്നെയുണ്ടല്ലേ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് രേവതി പറയാണ്, സച്ചിയേട്ടൻ ഒന്നും ഓർത്ത് വിഷമിക്കണ്ട, അതെല്ലാം കഴിഞ്ഞുപോയ കാര്യങ്ങളില്ലേ, ഇനി അതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കേണ്ട. നമുക്ക് നമ്മുടെ മുമ്പോട്ടുള്ള ഭാവിയെക്കുറിച്ച് ആലോചിക്കാം. നമുക്കൊരു മുറി പണിയണം, നമ്മുടെ കടങ്ങളൊക്കെ വീട്ടണം, പിന്നെ നമ്മൾ ആഗ്രഹിച്ചാല് നമുക്കൊരു കുഞ്ഞാവേം കൂടെ വേണ്ടേ എന്ന് പറയാണ്. സച്ചി പറയുന്നുണ്ട്, നമുക്ക് ഒരു ഡോക്ടറെ കൊണ്ട് കാണിച്ചാലോ? ഇപ്പം അതിൻ്റെ ആവശ്യമില്ല സച്ചിയേട്ടാ, കുറച്ചിട്ട് കഴിയട്ടെ, നമുക്ക് നോക്കാം, എന്നിട്ടൊരു ഹോസ്പിറ്റലിൽ കാണിക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും രേവതി പറയാണ്, ഇവിടെ കൊണ്ടുവന്ന തന്നെ അച്ഛനമ്മയെ എങ്ങനെയെങ്കിലും ഒന്നിപ്പിക്കാനിട്ടാ, പക്ഷേ അച്ഛമ്മ പറഞ്ഞ് ആകെ പാടെ കുളവാക്കാൻ തോന്നുന്നു. അമ്മയെക്കുറിച്ച് ഓരോ കാര്യങ്ങൾ എരിവേറ്റി കൊടുക്കുക എന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, എന്തായാലും തിരിച്ചു പോകുമ്പം ഉറപ്പായി നമ്മുടെ അച്ഛമ്മ വരുന്നുള്ള കാര്യം ഉറപ്പാ. അവിടെ വന്ന അച്ഛമ്മയുടെ ഇതിന് എണ്ണ കേട്ടാലേ എൻ്റെ അമ്മയ്ക്ക് തൃപ്തിയാവുള്ളൂ. അങ്ങനെ അമ്മ സോറി പറയുള്ളൂ. അത് പറഞ്ഞു കഴിഞ്ഞാലേ എന്തായാലും അച്ഛമ്മ തിരികെ വരത്തുള്ളൂ, അച്ഛൻ അവിടെ ജീവിക്കത്തുള്ളൂ. അതുകൊണ്ട് അച്ഛമ്മയുടെ പ്ലാൻ തന്നെയാ ശരി. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല സച്ചിയേട്ടാ. അച്ഛമ്മയും കൂട്ടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അത് മതി അവർക്ക് പറയാനായിട്ട്. പിന്നെ ആ പേരും പറഞ്ഞായിരിക്കും ഓരോ പ്രശ്നം. ഞാനാ നിങ്ങളെല്ലാം കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നത്, അച്ഛമ്മയെ കൂട്ടിക്കൊണ്ട് വന്നത് ഞാനാന്ന് പറഞ്ഞ് വെറുതെ എൻ്റെ മെക്കിട്ട് കയറും. എൻ്റെ പൊന്നു രേവതി, അതിപ്പോ കാര്യമൊന്നുമില്ലെങ്കിലും നിന്റെ മെക്കിട്ട് കേട്ടതിന് കുറവൊന്നും ഇല്ലല്ലോ. നീയാണെങ്കിലോ വാ മൂടിക്കെട്ടി മിണ്ടാതെ കേട്ടോണ്ട് നിൽക്കും. അപ്പൊ പിന്നെ അമ്മ പറഞ്ഞോണ്ടും ഇരിക്കും. അതെ, നിന്റെ കയ്യിലെ കുഴപ്പമാ, അല്ലാതെ ഞങ്ങളുടെ ആരെയല്ല. നിനക്ക് ദൈവം നാക്ക് തന്നിട്ടുള്ളതേ എന്നോട് ചാടിക്കടിക്കുക മാത്രമല്ല, അമ്മയോടും തിരിച്ച് രണ്ടെണ്ണം പറയണം. പിന്നെ അമ്മ ഒരക്ഷരം പോലും മിണ്ടില്ല എന്ന് പറയുന്നുണ്ട്. എൻ്റെ സച്ചിയേട്ടാ, ഞാനും കൂടി അവിടെ നാക്കെടുത്ത് വർത്താനം പറയാൻ തുടങ്ങിയാൽ പിന്നെ അതൊരു കുരുക്ഷേത്ര ഭൂമിയാവും. അമ്മായിയും മരുമോളും തമ്മിൽ പിന്നെ പൊരിഞ്ഞടിയായിരിക്കും. വെറുതെ എന്തിനാ? ഞാൻ കേൾക്കാനുള്ളത് കേട്ടങ്ങ് മിണ്ടാതെ പോയാലേ വീട്ടിൽ സമാധാനം കിട്ടുമെങ്കിൽ അതല്ലേ നല്ലത് എന്ന് ചോദിക്കാണ്. നീ എത്ര പറഞ്ഞാലും നീ നന്നാവാൻ പോണില്ല, എന്താച്ചാ ആയിക്കോ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി പറയാണ്, ബാ നമുക്ക് പോയി കിടക്കാം, നല്ല തണുപ്പിറങ്ങുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് രേവതിയും കൂട്ടി അകത്തേക്ക് പോവാണ്. അങ്ങനെ എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. പക്ഷെ നമ്മുടെ രവി മാത്രം ഉറങ്ങുന്നില്ല കേട്ടോ. ഇങ്ങനെ ആ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്. ചന്ദ്ര വളരെ ഡീസൻ്റ് ആയിട്ട് ആ സ്വർണത്തിൻ്റെ കേസ് മറച്ചു വെച്ചതും എടുത്തു കൊടുത്തതും എന്നിട്ട് രേവതിയെ കള്ളിയാക്കിയതും അവസാനം കൈയോടെ പിടികൂടിയതും എല്ലാ കാര്യങ്ങളും അവനിങ്ങനെ റീമൈൻഡ് ചെയ്ത് നോക്കുന്നുണ്ട്. ഇതേ സമയത്ത് അവിടെ വീട്ടില് നമ്മുടെ ചന്ദ്ര ഉറങ്ങിയിട്ടില്ല കേട്ടോ. ചന്ദ്രയാണെങ്കിലും ഇയാളെ നമ്മുടെ രവിയേട്ടനെ കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ചെയ്തത് വലിയ തെറ്റായി പോയെന്ന് പുള്ളിക്കാരുടെ മനസ്സിലുണ്ടെങ്കിലും അത് തുറന്ന് സമ്മതിക്കാൻ പുള്ളിക്കാരുടെ മനസ്സും ആ ക്യാരക്ടറും അങ്ങോട്ട് സമ്മതിക്കുന്നില്ല കേട്ടോ. ശ്രുതിയാണെങ്കിൽ പിന്നെ അവർ റൂം കിട്ടിയല്ലോ, നല്ല AC കിട്ടി നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട്.
നമ്മുടെ വർഷയും ശ്രീകാന്തും ഹോട്ടൽ മുറിയിലാണല്ലോ. അവർ ചർച്ച ചെയ്യുന്നുണ്ട്. അല്ല, നാളെ കഴിഞ്ഞ് അച്ഛമ്മ വരുമെന്നല്ലേ പറഞ്ഞത്? ആ സമയത്ത് നമുക്കും തിരിച്ച് വീട്ടിലേക്ക് പോകണം. അവിടെ ആൻറ്റിയെ കൊണ്ട് മുട്ട കുത്തിച്ച് മാപ്പ് പറയിക്കണം, എങ്കിലേ ശരിയാവുള്ളൂ എന്ന് പറയാണ്. ശ്രീകാന്ത് പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നില്ല അമ്മ അങ്ങനെ രേവതിച്ചോട് മാപ്പ് പറയുമെന്ന്. മാപ്പ് പറയാതെ അച്ഛന് വിടുമെന്നും തോന്നില്ല. രണ്ടുപേരും തമ്മിൽ ഇങ്ങനെ പിണങ്ങിയിരിക്കുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല. ആദ്യമായിട്ടാ ഞാൻ ഇങ്ങനെയൊക്കെ കാണുന്നത്. എന്റെ പൊന്ന് ശ്രീകാന്തേ, അതെ, ആന്റിയുടെ കയ്യിലെ കുഴപ്പം കൊണ്ടല്ലേ. ആന്റി എന്ത് മോശപ്പെട്ട പണിയാ കാണിച്ചത്. ഓർക്കുമ്പോൾ തന്നെ എന്താ പോലെ. ഒരു വീട്ടിൽ നിന്നുകൊണ്ട് ഇങ്ങനെയൊക്കെ കാണിക്കാവോ? അത് സ്വർണം കട്ടതോ പോട്ടെ, എന്നിട്ട് അത് ചെയ്തത് അച്ഛമ്മയെ രേവതിച്ചിട്ട് വീട്ടുകാരാണെന്ന് പറഞ്ഞില്ലേ? അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വന്നത്. ശ്രീകാന്ത് പറയാണ്, എന്ത് ചെയ്യാനാ, സുധിയേട്ടന് വേണ്ടി അമ്മ പണ്ടേ അങ്ങനെ ഓരോന്നൊക്കെ എടുത്താട് ചെയ്യും. പണ്ട് ആ പാർലടുത്തേക്ക് വേണ്ടി, അല്ല, ആ നമ്മുടെ ശ്രുതിയേട്ടത്തേക്ക് വേണ്ടി ഇതുകൊണ്ട് പണയം വെച്ചത് നീ ഓർക്കുന്നില്ലേ? വീടിൻ്റെ ആധാരമൊക്കെ. അതെല്ലാം ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടി അമ്മ എന്ത് വേണമെങ്കിലും ചെയ്യും. സുധിയേട്ടനെ അത്രയ്ക്ക് ഇഷ്ടാ. അപ്പോൾ വർഷ ചോദിക്കുന്നുണ്ട്, അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ അമ്മ പ്രസവിച്ചതിനല്ലേ സച്ചിയേട്ടനെ? എന്താ വർഷേ നീ അങ്ങനെ വെച്ചത്? അല്ല, നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ നമുക്ക് 3 കുട്ടികളുണ്ടായാല് നമുക്ക് 3 പേരിൽ ഒരാളെ വ്യത്യാസം തോന്നിക്കോ? ഇല്ലല്ലോ. അതുപോലെ തന്നെയല്ലേ ഉള്ളൂ എല്ലാവർക്കും. പിന്നെ നിങ്ങളുടെ അമ്മയ്ക്ക് മാത്രം എന്താ എങ്ങനെ ആയിപ്പോയത്? സുധിയേട്ടനോട് ഭയങ്കര ഇഷ്ടം, നിങ്ങളെയും ഇഷ്ടമൊക്കെ തന്നെയാണ്. പക്ഷെ സച്ചിയേട്ടനെ കണ്ണിന് കണ്ടൂടാ. അതെന്താ അങ്ങനെ എന്ന് ചോദിക്കാണ്. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, അതിന്റെ പിന്നില് വലിയൊരു കഥയുണ്ട്. രേവതി ചേച്ചി പല സമയത്ത് ചോദിച്ചിട്ടും സച്ചിയേട്ടൻ പറഞ്ഞിട്ടില്ലാത്ത ഒരു വലിയ കഥയാ. അതുകൊണ്ടാ ഇപ്പോഴും അവർ തമ്മിൽ പിണങ്ങി അവർ തമ്മിൽ ഒരു ചേർച്ചയില്ലാത്തത്. മിണ്ടി തീർന്ന അടിയും വഴക്കും. സച്ചിയേട്ടനെ അമ്മ എന്ന് വെച്ചാൽ ഭയങ്കര ജീവനാ. അതിലും ജീവനാ അച്ഛന്ന് വെച്ചാല്. അതുപോലെ ഇഷ്ടമാണ്. പക്ഷേ പണ്ടുണ്ടായ ആ ഒരു സംഭവത്തിന്റെ പേരില ഇപ്പോഴും രണ്ടുപേരും പിണങ്ങിയിരിക്കുന്നത് എന്ന് പറയുമ്പം വർഷ ചോദിക്കാണ് എന്ത് സംഭവമാണെന്ന്. അപ്പൊ നമ്മുടെ ശ്രീകാന്ത് ആ ഒരു കാര്യം വർഷയോട് പറയുന്നുണ്ട് കേട്ടോ. വർഷ ചോദിക്കാണ്, ഇത്രയ്ക്കും ദ്രോഹിയായിരുന്നു നിങ്ങളുടെ അമ്മ? ഓർക്കാൻ കൂടി വയ്യ എന്റെ ഈശ്വര. ഇങ്ങനെയൊക്കെ ഒരു കുട്ടികളോട് ആരെങ്കിലും ചെയ്യോ? സച്ചേട്ടനായതുകൊണ്ടാ. നിങ്ങളല്ലാണെങ്കിൽ എങ്ങനെ റിയാക്ട് ചെയ്യായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കി. എന്ത് ചെയ്യാനാ വർഷേ? ഇപ്പൊ ഞാനാണെന്ന് പറഞ്ഞാലും, ഞാൻ അവരുടെ മകനല്ലേ, എങ്ങനെയൊക്കെ നോക്കിയെന്ന് പറഞ്ഞാലും എൻ്റെ മനസ്സിൽ അവരുടെ സ്നേഹം ഇല്ലാതിരിക്കോ? പതിയെ പതിയെ അതിലേക്ക് ഞാനും മാറിപ്പോവും. സച്ചേട്ടനെ പോലെ തന്നെ ആയിപ്പോവും. സ്നേഹം കിട്ടാതെ വളർന്നോണ്ടാ സച്ചേട്ടൻ ഈ ഒരു രീതിക്ക് ആയിപ്പോയത്. അടിയും പിടിയും തല്ലും വഴക്കും മദ്യപാനം ഒക്കെ ആയിട്ട് സച്ചേട്ടൻ്റെ മോരുടെ സ്വഭാവം ആയിപ്പോയതും അതുകൊണ്ട് തന്നെയാ. ഞാനും സുധിയേട്ടനും അമ്മയുടെ കൂടെ നിന്ന് വളർന്നോണ്ടാ ഞങ്ങൾക്ക് അങ്ങനൊന്നും ഇല്ലായിരുന്നത്. സച്ചേട്ടനാണെങ്കിലോ ആ സ്നേഹം ഒന്നും അനുഭവിക്കാൻ പറ്റിയിട്ടില്ല. എല്ലാത്തിനും കാരണക്കാരി അമ്മയാ. ശരിയാ, സച്ചേട്ടനോട് ഇപ്പോഴും അമ്മയ്ക്ക് ആ ഒരു ദേഷ്യ. എങ്കിൽ ഇനിയെങ്കിലും അത് മാറ്റിക്കൂടെ എന്ന് ചോദിച്ചിട്ട് അമ്മയ്ക്ക് ഒരു മാറ്റവും ഇല്ല എന്ന് പറയുന്നുണ്ട്. ആ സുധി അവൻ ഒറ്റ ഒരുത്തൻ കാരണം ഈ പ്രശ്നം മൊത്തം ഉണ്ടായത്. അവൻ കാരണമാണ് ഇപ്പോഴും സച്ചേട്ടൻ അമ്മയുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ വഴക്ക് കേൾക്കുന്നതും ബഹളം ഉണ്ടാകുന്നതും എല്ലാം. അന്നും സുധിയേട്ടൻ കാരണ എൻ്റെ സച്ചേട്ടന് എല്ലാം നഷ്ടമായത്. എന്നിട്ട് സുധിയേട്ടൻ ഇപ്പോഴും അതിനെക്കുറിച്ചുള്ള ഒരു ചിന്തയും ഒരു ഉളുപ്പും ഒന്നുമില്ല. അമ്മയ്ക്കും ഇല്ല. എല്ലാം അറിയാഞ്ഞിട്ടും അമ്മ ഒന്നും അറിയത്തുള്ള പോലെ അഭിനയിക്കുക എന്നൊക്കെ ശ്രീകാന്തം പറയുന്നുണ്ട്. ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഒന്നും അറിയാത്ത പോലെ സുധിയേട്ടനൊക്കെ നടക്കുന്നത് കണ്ടില്ലേ? എങ്ങനെ ഇങ്ങനെ നടക്കാൻ സാധിക്കുന്നു? എനിക്ക് സച്ചേനോട് ചെറിയൊരു ഈർച്ചയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അത് പൂർണ്ണമായിട്ട് മാറി. സച്ചേട്ടനാണ് ശരി. ഇങ്ങനൊരു അവസ്ഥയോടെ കടന്നു വന്നാൽ ആരാണെങ്കിലും അങ്ങനെയല്ലേ ചെയ്യുള്ളൂ. അല്ലാതെ സുധിയേട്ടനെ പോലെ എല്ലാം മറച്ചു വെച്ചിങ്ങനെ അഭിനയിക്കാനൊന്നും സച്ചേട്ടൻ അറിയില്ല. സച്ചേട്ടൻ എന്താണോ അതാണ് സച്ചേട്ടൻ വെളിയിലും. അങ്ങനെ ഒറിജിനാലിറ്റി ഉള്ള ഒരാളാ സച്ചേട്ടൻ. ഇപ്പോൾ രേവതി ചേച്ചിയെ സ്നേഹിക്കുന്നത് കണ്ടില്ലേ? എന്താ ആത്മാർത്ഥമായിട്ട് ചേച്ചിയെ സ്നേഹിക്കുന്നത്. ദേഷ്യം വന്നാൽ പെട്ടെന്ന് ദേഷ്യപ്പെടും. സ്നേഹമാണെങ്കിലോ അതുപോലെ സ്നേഹവും. അങ്ങനെയാളാ സച്ചേട്ടൻ. സങ്കടം വന്നാലോ അപ്പൊ പൊട്ടിക്കരയും. അതുപോലെ ഒരാളെ കിട്ടാനേ പുണ്യം ചെയ്യണം എന്നൊക്കെ പറയാണ്. ഓഹോ, അപ്പൊ ഞാൻ അങ്ങനത്തെ ആളൊന്നും അല്ലല്ലേ? നീ സെൽഫിഷാ. നിനക്ക് നിന്റെ കാര്യം മാത്രം മതി. അതുകൊണ്ടാണല്ലോ വീട്ടിൽ ഇത്രയും പ്രശ്നം ഉണ്ടായപ്പോഴും സച്ചേട്ടന്റെ സപ്പോർട്ട് എന്ന് നീ എന്തെങ്കിലും സംസാരിച്ചോ? അല്ല, അവിടെ എന്തെങ്കിലും നീ ചെയ്തോ? ഒന്നുമില്ല. നിനക്ക് നിന്റെ കാര്യം മാത്രം. എന്റെ പൊന്നു വർഷേ, ഞാനും കൂടെ ചേർന്നാലേ അവിടെ പൊരിഞ്ഞ അടിയായിരിക്കും. ഒന്നാമതേ സുധിയേട്ടനും സച്ചേട്ടനും തമ്മിൽ പൊരിഞ്ഞ അടിയാ. അയാളുടെ ഞാനോട് എന്തിനാന്ന് കരുതിയിട്ടാ ഞാൻ അടിയൊന്നും ഉണ്ടാക്കാത്തെ. കുഞ്ഞിലെ മുതലേ ഞാൻ അടിയൊന്നുമില്ല. സച്ചേട്ടനുമായിട്ട് ഞാൻ നല്ല കൂട്ടാ.
സുധീരനുമായിട്ട് ഞാൻ അങ്ങനെ ഒന്നിനും പോവാറുമില്ല. ഞാൻ രണ്ടുപേരുടെ ഇടയിൽ ഒരു ഇതായിട്ട് അങ്ങ് നിൽക്കും. അല്ലാതെ ഞാൻ അങ്ങനെ ആരോടും തല്ലിന് വഴക്കിന് ഒന്നിനും പോവാറില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ എന്തായാലും കിടക്ക്. നാളെ അച്ഛമ്മ വരാണെങ്കിലേ നമുക്കൊരു പൊടിപൂരം കാണാം. നിന്റെ അമ്മേനായിട്ട് പൂരിച്ചെടുക്കുന്നത് എനിക്കെന്ത് കാണണം എന്നും പറഞ്ഞ് കിടക്കാണ്. അങ്ങനെ പിറ്റേ ദിവസമായിട്ടും നമ്മുടെ ചന്ദ്ര കുറെ തവണ വിളിക്കുന്നുണ്ടെങ്കിലും രവി ഫോണേ എടുക്കുന്നില്ല. ശ്രുതി ചോദിക്കുന്നുണ്ട്, അല്ല അച്ഛൻ ഫോൺ എടുത്തില്ലേ അമ്മേ? ഇല്ല, ഫോൺ എടുത്തിട്ടില്ല, ഇതുവരെ ഫോൺ എടുത്തിട്ടില്ല. ഇനി ഇങ്ങോട്ടേക്ക് വരുമോന്ന് തന്നെ എന്റെ സംശയമാണ്. ശ്രുതി പറയുന്നുണ്ട്, അമ്മ എന്തായി പറഞ്ഞേ? അച്ഛൻ ഇങ്ങ് വന്നോളും. അച്ഛൻ എവിടെ പോവാനാ? അച്ഛനോട് പോയി അച്ഛൻ താമസിക്കുന്നതാണോ അമ്മ കരുതുന്നത്? എടാ, നിനക്ക് അങ്ങനെയൊക്കെ പറയാം. അദ്ദേഹം അങ്ങനത്തെ ഒരാളാ. അമ്മയുടെ സ്നേഹം കിട്ടിയ അവിടെ തന്നെ അങ്ങ് നിന്ന് കളയും. നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോ ശ്രുതി പറഞ്ഞിട്ടുണ്ട്, നിൽക്കുവാണെങ്കിൽ നിൽക്കട്ടാമേ, നമുക്കിവിടെ സന്തോഷത്തോടെ കഴിയാം. അപ്പോ നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട്, നീ പോടാ, നീ കാരണമാ ഇതെല്ലാം ഉണ്ടായത്. നീ ശ്രുതിയെ വിട്ടിട്ട് ഒരു ദിവസമെങ്കിലും നിൽക്കുവാടാ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അയ്യോ ഇല്ലില്ല, ശ്രുതി ഇല്ലാതെ എനിക്ക് ഉറക്കം പോലും വരില്ല. ഒരു ദിവസം പോലും എന്റെ ശ്രുതി ഇല്ലാതെ എനിക്ക് പറ്റില്ല. അങ്ങനാണല്ലോ. 1.5 വർഷമായപ്പോഴേ നിങ്ങൾക്ക് ഇത്രയും സ്നേഹമാണെങ്കിലേ 30 വർഷമായി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്. അപ്പൊ ഞങ്ങൾക്ക് എങ്ങനെ സ്നേഹം ഉണ്ടാവും ഒന്ന് ആലോചിച്ച് നോക്ക് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇനി മേലെ നീ അങ്ങനെ പറഞ്ഞു പോയേക്കരുത്. അതെ, എൻ്റെ ഭർത്താവാ, അദ്ദേഹം ഉള്ളിടത്താണ് ഞാൻ നിൽക്കുന്നത്. നിനക്ക് വേണ്ടിയാ ഞാൻ ഇമ്മാതെ തെറ്റെല്ലാം ചെയ്തു കൂട്ടിയത്. അദ്ദേഹം അറിയാതെ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്തു കൂട്ടിയത് നീ ഒറ്റയൊരുത്തം കാരണ. എന്നിട്ടവൻ പറയുന്നത് കേട്ടില്ലേ, അദ്ദേഹം ഇല്ലാതെ ഒരു ദിവസം പോലും ജീവിക്കാൻ എനിക്കും പറ്റില്ല. നമുക്കൂടെ നാട്ടിലേക്ക് പോയാലോ ശ്രുതി എന്ന് പറയുമ്പം ശ്രുതി മനസ്സിലോർക്കുന്നത് എന്താണെന്നറിയാമോ? നമ്മുടെ അച്ഛമ്മ അവളെയിട്ട് അവിടെ കൂടി പണി ചെയ്യിപ്പിക്കുന്നതും പാടത്തോടിട്ട് പണിയിപ്പിക്കുന്നതൊക്കെയാണ് അവൾ മനസ്സിലോർക്കുന്നത്. അയ്യോ ഞാനില്ല ആൻറ്റി, ആൻറ്റി വേണമെങ്കിൽ പൊക്കോ, പാറല്ലേ നല്ല തിരക്കാ, എനിക്ക് അങ്ങോട്ടേക്ക് പോകണം എന്ന് പറയുന്നുണ്ട്. ശ്രുതി പറയാണ്, അതെ അതെ എനിക്കാണെങ്കിലേ അവിടെ ഷോറൂമിൽ നല്ല തിരക്കാ, ഞാൻ പോവാണേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ശ്രുതി പറയുന്നുണ്ട്, ആൻറ്റി ഞാൻ ദോശയും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എടുത്ത് കഴിക്കണേ. പിന്നെ ഉച്ചക്കത്തുള്ള ഫുഡ് ആട് തന്നെ ഉണ്ടാക്കി കഴിക്കണം കേട്ടോ എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. ചന്ദ്രാണെങ്കിലോ വിഷമിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം ശ്രുതി പറയുന്നുണ്ട്, അമ്മ പറഞ്ഞ പോലെ നമുക്ക് നാട്ടിൽ പോയി അച്ഛനൊന്ന് കൺവിൻസ് ചെയ്താലോ? ഒന്ന് പോ ശ്രുതി അങ്ങോട്ട്. ശ്രുതി വേണമെങ്കിൽ പോക്കോ, ഞാനൊന്നും വരില്ല. അവിടെ ചെന്നിട്ട് വേണം ഇനി അച്ഛമ്മേനെ പാടത്തോടിട്ട് പണിയിപ്പിക്കാന്, പശുവിന്റെ ചാണകം വരിപ്പിക്കാൻ. വേറെ പണിയൊന്നും ഇല്ലല്ലോ, ഞാൻ വരില്ല, നീ വേണമെങ്കിൽ പൊക്കോ എന്ന് പറയുന്നുണ്ട്. അല്ല, ഒരു കണക്ക് നീ പറഞ്ഞ ശരിയാ, പോയാലേ അച്ഛമ്മ നിന്നെ കൂടെ പണിയിപ്പിക്കും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അച്ഛനെങ്ങനെ പിണങ്ങി വരാതിരുന്ന അമ്മ ആകെപ്പാടെ മൂടോഫാകത്തില്ലേ? ഒന്നും സാരമില്ല, അച്ഛൻ ആങ്കിള് 2 ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ വന്നേക്കും. അങ്ങനെ പോയി അവർക്കവിടെ നിൽക്കാൻ പറ്റുമോ? രേവതിക്കിവിടെ പൂക്കച്ചവടം ഇല്ലേ? സച്ചിക്കാണല്ലേ വണ്ടി വേണം, അല്ലാതെ അവിടെ പോയി നിന്നാലേ അവരെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും? അച്ഛനെ അവർ കൊണ്ടുവരും, സച്ചി ഉള്ളിടത്തെ അച്ഛൻ നിൽക്കുകയുള്ളൂന്ന് നിനക്കറിയില്ലേ എന്ന് ചോദിക്കാണ്. ശ്രുതി പറയുന്നുണ്ട്, അതൊക്കെ ശരി തന്നെയാ, പക്ഷേ ആരും ഇല്ലാത്തപ്പം വീട്ടിനകത്ത് എന്തൊരു സമാധാനമാ അല്ലേ? നമ്മളെ മാത്രമുള്ളെങ്കിൽ എന്ത് രസമായിരുന്നു. ശ്രുതി പറയുന്നുണ്ട്, രസമൊക്കെ തന്നെയാ, നിങ്ങനൊക്കെ ഒന്നും അറിയണ്ടല്ലോ. ആ വീട്ടിലെ ജോലി മൊത്തം ചെയ്യുന്നത് 2 ദിവസം കൊണ്ട് ഞാനാ. രേവതി ഒന്ന് വന്നാൽ മതിയായിരുന്നു. എനിക്ക് വയ്യ അവിടെ കിടന്ന് പട്ടി പണിയെടുക്കാനായിട്ട്. ആഹാരം കുറച്ചുണ്ടാക്കി മതിയെന്നല്ലേ ഉള്ളൂ, പക്ഷെ ആഹാരം ഉണ്ടാക്കണ്ടേ, അതിനുള്ള പാത്രം കഴുകണ്ടേ, പെര തൂക്കണം, മുറ്റം അടിക്കണം, എന്തൊക്കെ പണിയാ. എനിക്ക് വയ്യ, അതിൻ്റെ കൂടെ നിന്നെ നോക്കണ്ടേ, മിണ്ടാതെ പോവാ അങ്ങോട്ട് എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ചന്ദ്രയാണെങ്കിൽ വീണ്ടും ഇരുന്നുകൊണ്ട് രവിയെ വിളിക്കുകയാണെങ്കിലും രവി ഫോൺ ബ്ലോക്ക് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സച്ചിയെ വിളിക്കാനും നമ്മുടെ ചന്ദ്രയ്ക്ക് ഭയങ്കര മടിയാണല്ലോ. രേവതിയെ പിന്നെ ഒട്ടും വിളിക്കാറില്ല, അതുകൊണ്ട് തന്നെ അവരുടെ ഫോണിലേക്ക് അവൾ വിളിക്കുന്നില്ല കേട്ടോ. അത്രയ്ക്ക് വാശിയൊക്കെ ഇരിക്കുകയാണ് നമ്മുടെ ചന്ദ്ര. അച്ഛൻ വന്നിട്ട് ചോദിക്കുകയാണ്, എന്താടാ അവൾ വിളിച്ചിരുന്നോ? കുറെ തവണ വിളിച്ചമ്മേ, ഞാൻ എടുത്തില്ല, ഞാനങ്ങ് കട്ടാക്കി കിട്ടു. അത് മതി, അവൾ കുറച്ച് വേദനിക്കട്ടെ, അല്ലാതെ ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ടേ നീ ഉടനെ പോയെങ്കിൽ ക്ഷമിച്ചു കൊടുത്താലേ നിനക്ക് ഒരു വിലയും കാണില്ല. പട്ടിയുടെ വില പോലും അവൾ നിനക്ക് തരില്ല. കുറച്ച് നാൾ അനുഭവിക്കട്ടടാ. ഇനി ഇതുപോലെ തെറ്റ് ചെയ്യുമ്പോഴേ അവൾക്കൊരു ഓർമ്മ വരണം. അങ്ങനെ ഉണ്ടെങ്കിലേ അവളിന് തെറ്റ് ചെയ്യാതിരിക്കുള്ളൂ. അതുകൊണ്ട് നീ ഇപ്പം അതൊന്നും മൈൻഡ് ചെയ്യണ്ട എന്ന് പറയുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ എന്തായാലും നമ്മൾ അങ്ങോട്ടേക്ക് പോവല്ലേ, നാളെ രാവിലെ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണം. അപ്പോ രവി ചോദിക്കുന്നുണ്ട്, അത് വേണോ അമ്മേ? എനിക്ക് തോന്നില്ല പോണോന്ന്. മനസ്സുകൊണ്ട് ആകെപ്പാടെ അങ്ങ് വെറുത്തുപോയി. വല്ലാത്തൊരവസ്ഥ, ചങ്കില് കല്ലേറ്റി വെച്ചതുപോലെ ഉണ്ട്. അപ്പോ അച്ഛമ്മ പറയാണ്, ഒന്നും സാരമില്ല, നിനക്ക് വേണ്ടിയാ നിന്റെ 2 മക്കളും നിന്റെ കൂടെ വന്നിരിക്കുന്നത്. അവർക്കും അവിടെ ഒരുപാട് ജോലിയൊക്കെ ഉള്ളതല്ലേ. പക്ഷെ ഒന്നും കാര്യമാക്കാതെ നീ ഇറങ്ങിയപ്പോ നിന്റെ കൂടെ പെട്ടിൻ തൂക്കി ഇറങ്ങിയവരാ അവർ 2 പേരും.
അവരെയെങ്കിലും നീ ഓർക്കണ്ടേ? പിന്നെ രേവതിയോട് അവൾ മാപ്പ് പറഞ്ഞാൽ നിന്റെ മനസ്സിന് കുറച്ച് ആശ്വാസം കിട്ടില്ലേ എന്ന് പറയുമ്പം രവി പറയുന്നുണ്ട്, അമ്മ എന്താ പറഞ്ഞത്? അവള് മാപ്പ് പറയുന്നോ? ഒരിക്കലും ഇല്ല, അവള് മാപ്പ് പറയില്ലെന്ന് എനിക്ക് 100% ഉറപ്പാ. എടാ, ഈ കലാവധി ആരാണെന്നേ നിനക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ചന്ദ്രയല്ല, അവളുടെ അമ്മ പോലും വന്ന് മാപ്പ് പറഞ്ഞിരിക്കും. അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇനി ഒരിക്കലും തെറ്റുകൾ ആവർത്തിക്കില്ലെന്ന് അവൾ എന്റെ കാലുപിടിച്ച് മാപ്പ് പറയിപ്പിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. നിനക്ക് അവിടെ വിലയുണ്ടല്ലോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ദിവസവും കടന്നു പോകുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അച്ഛമ്മയും സച്ചിയും രേവതിയും രവിയേട്ടനും എല്ലാം കൂടി ഒരുങ്ങി വണ്ടിയിൽ കയറുന്നുണ്ട്. അങ്ങനെ രേവതിനെ വർഷ വിളിക്കുന്നുണ്ട്. എന്താ ചേച്ചി, നിങ്ങൾ ഇറങ്ങിയോ? അതേ വർഷേ, ഞങ്ങൾ ഇറങ്ങാണ്. ഞങ്ങളെടുത്തുമ്പോഴേക്കും എങ്ങനെ പോയാലും ഉച്ച കഴിയും. അപ്പോഴേക്കും നീ വന്നാ മതി. ശരി ചേച്ചി, ഞാൻ ഡബിങ് സ്റ്റുഡിയോയിലേക്ക് പോവാണ്. ഉച്ചയാകുമ്പോഴേക്കും ഞങ്ങൾ ഇവിടുന്ന് പാക്ക് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് വന്നേക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അച്ഛമ്മ ചോദിക്കാണ്, വർഷമ്മളാണോ? അതെ, വർഷയാ മുത്തശ്ശി. അവളിപ്പോ ഹോട്ടലിലാ, നേരെ ഡബിങ് സ്റ്റുഡിയോയിലേക്ക് പോവാണ്. ഉച്ചയാകുമ്പോഴേക്കും അവിടെ നിന്ന് അങ്ങോട്ടേക്ക് വന്നേക്കാന്നാ വർഷ പറഞ്ഞത്. ആ വരട്ടെ, എല്ലാവരും വരണം. എല്ലാവരും മുമ്പിൽ വെച്ച് തന്നെ അവൾ നിന്നോട് മാപ്പ് പറഞ്ഞിരിക്കണം. എന്റെ പൊന്നച്ഛമ്മേ, അതൊന്നും വേണ്ട. എന്നോട് മാപ്പ് എന്തിനാ പറഞ്ഞത്? എന്റെ സ്വർണ്ണത്ത് പണയം വെച്ചു, ശരി, സമ്മതിച്ചു. അതിന് എന്നോട് എന്തിനാ മാപ്പ് പറഞ്ഞത്? അത് അച്ഛമ്മയും എന്റെ വീട്ടുകാരൊക്കെ തന്ന സ്വർണ്ണല്ലേ. അതൊന്നും സാരമില്ല. അത് നിനക്ക് സാരമില്ലായിരിക്കും, പക്ഷെ എനിക്ക് സാരമുണ്ട്. അവളെ അങ്ങനെ ചെയ്തതെങ്കിലും പ്രശ്നമില്ലായിരുന്നു. പക്ഷെ നിന്റെ വീട്ടുകാരെയും എന്നെയും കൂടെ അവളെ കള്ളിയാക്കിയില്ലേ? നമ്മളാ കള്ളത്തരം ചെയ്തെന്ന് പറഞ്ഞില്ലേ? പിന്നെ അവളെ വെറുതെ കാര്യമൊന്നും എനിക്കില്ല. നീ നന്മപരമായ മതി, ഞാൻ അങ്ങനെ ആവുന്നില്ല. ഈ കലാവധി ആരാണെന്ന് നീ നാളെ ഇന്ന് കാണാൻ പോണേ ഉള്ളൂ എന്ന് നമ്മുടെ രേവതിയോടും പറയുന്നുണ്ട്. അങ്ങനെ ശ്രുതിയും കൂടിയിട്ട് ഉച്ചയ്ക്ക് ഉണ്ണാനായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ചന്ദ്രൻ രാവിലെ കിടന്ന അതേ സ്ഥലത്തിന് കിടക്കാണ്. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, അയ്യോ ആൻറ്റി, ഫുഡൊന്നും ഉണ്ടാക്കിയില്ലേ? ഞങ്ങൾ കഴിക്കാനായിട്ട് വന്നതാ. അപ്പോൾ ശ്രുതി പറയാണ്, എന്ത് പണിയാമേ കാണിച്ചത്? അമ്മ ആഹാരമൊന്നും ഉണ്ടാക്കിയില്ലേ? ഞങ്ങൾക്ക് വിശന്നിട്ട് വയ്യ. ഇനിയിപ്പോൾ എന്തോ ചെയ്യും ശ്രുതി? നമുക്ക് വല്ല ഓർഡർ ചെയ്താലോ എന്ന് പറയാണ്. അല്ല, ആരുമല്ല ഭക്ഷണം കഴിച്ചോ? കാപ്പി കുടിച്ചിരുന്നോ എന്ന് ചോദിക്കാണ്. ഇല്ല ശ്രുതി, എനിക്കൊന്നും വേണ്ട, ഞാനൊന്നും കഴിച്ചില്ല. എൻ്റെ ആൻറ്റി കഴിക്കുന്നോർത്തല്ലേ ഞങ്ങൾ പോയത്. ആൻറ്റി ഇങ്ങനെ തുടങ്ങിയാൽ എന്താ ചെയ്യാ? രാവിലത്തെ ദോശ പോലും കഴിച്ചില്ലേ? പ്രഷറോ ഷുഗറോ ഒക്കെ കൂടും കുറേയൊക്കെ ചെയ്യില്ലേ? പോയവർ പോയി. അവരിപ്പോൾ ആൻറ്റിയെക്കുറിച്ച് ആലോചിക്കുന്ന കൂടി ഇല്ലായിരിക്കും. ആൻറ്റി എന്തിനാ അവരെ ഓർത്ത് ഇങ്ങനെ ഭക്ഷണം കഴിക്കാതെ ശരീരം കളയുന്നത് എന്ന് ചോദിക്കാണ്. എല്ലാവർക്കും അങ്ങനെയൊക്കെ പറയാൻ ശ്രുതി, പക്ഷെ എൻ്റെ അവസ്ഥ ആരും മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും വീട്ടുമുറ്റത്ത് വണ്ടിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതാരും ഈ സമയത്ത് പറഞ്ഞ് ശ്രുതി പോയി നോക്കുമ്പോഴേക്കും സച്ചിയുടെ വണ്ടി കാണുന്നുണ്ട്. അമ്മേ, ഞാൻ പറഞ്ഞത് എങ്ങനെയുണ്ട്? അച്ഛൻ വരുന്നു ഞാൻ പറഞ്ഞില്ലേ? ഇത് സച്ചിയുടെ വണ്ടി വന്നു. സച്ചിയുണ്ട്, രേവതിയുണ്ട്, അച്ഛനും ഉണ്ട് അമ്മേ എന്ന് പറയാണ്. ആണോ, രവിയേട്ടൻ വന്നോ എന്ന് പറഞ്ഞ് സന്തോഷത്തിൽ തുള്ളിച്ചാടി എഴുന്നേക്കാണ് നമ്മുടെ ചന്ദ്രനാണ് കേട്ടോ. ഇതേ സമയത്ത് വർഷയും ശ്രീകാന്തും കൂടിയും അങ്ങോട്ടേക്ക് വന്ന് ഇവരെല്ലാവരും ഒന്നിച്ചേർന്ന് തിരിച്ചു വരാൻ കേട്ടോ. ചന്ദ്ര പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട്, രവിയേട്ടൻ വന്നോ? എനിക്കറിയുന്ന രവിയേട്ടൻ വരുമെന്ന് എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് രവിയുടെ കയ്യെ പിടിക്കുമ്പോഴേക്കും, കൈ തൊടാതെ മാറി നിൽക്കടി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ഛമ്മ വണ്ടി തുറന്ന് ഒരു മാസ ലുക്കിൽ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അച്ഛമ്മയെ കണ്ടപാടെ നമ്മുടെ ചന്ദ്രയുടെ കിളി പോകുന്നുണ്ട് കേട്ടോ. ചന്ദ്രയാണെങ്കിൽ അങ്ങ് ഞെട്ടി മാറി നിൽക്കാണ്. നീ എന്താടേ കരുതിയത്? നിന്റെ കരച്ചിലും നിന്റെ അഭിനയം കണ്ട് എൻ്റെ മോൻ പിന്നാലെ വന്നതാണെന്നോ? എങ്കിലേ നിനക്ക് തെറ്റി. അതങ്ങനൊന്നും സംഭവിക്കില്ലടി എന്ന് പറയാണ്. അപ്പോഴേക്കും ഇത് കണ്ട് ശ്രുതിയോടെ ഞെട്ടി നിൽക്കാണ്. ശ്രുതിയാണെങ്കിലോ റിലേ പോയി നിൽക്കാണ്. സ്വർണം പറ്റിച്ച കാര്യമൊക്കെ അച്ഛമ്മ അറിഞ്ഞല്ലോ. ഇനി എന്തൊക്കെയായിരിക്കും അവസ്ഥ എന്ന് ഒന്ന് ചിന്തിക്കാൻ പോലും വയ്യാതെ ആകെപ്പാടെ പേടിച്ച് വിറച്ച് നിൽക്കാണ്. അങ്ങോട്ട് മാറി നിൽക്കടി എന്നും പറഞ്ഞുകൊണ്ട് അച്ഛമ്മ രവിയെയും കൂട്ടി അകത്തേക്ക് കയറുന്നുണ്ട്. ബാക്കി എല്ലാവരും പിന്നാലെ അകത്തേക്ക് കയറുകയാണ്. അങ്ങനെ അകത്ത് പോയിട്ട് അച്ഛമ്മ അവിടെ ഇരിക്കുന്നുണ്ട്. ഈ സമയം ചന്ദ്ര കരഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി വരികയാണ്. ശ്രുതി തന്നെ പിന്നാലെയുണ്ട്. എല്ലാവരും അങ്ങനെ ഹാളിൽ നിറഞ്ഞു നിൽക്കാം കേട്ടോ. അപ്പോൾ അച്ഛമ്മ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്തിനാ വന്നേന്നും എന്തറിഞ്ഞിട്ടാ വന്നേന്നും ഒക്കെ നിനക്ക് മനസ്സിലായി കാണൂല്ലോ അല്ലേ? ചന്ദ്ര പറയുന്നുണ്ട്, അമ്മേ അത് പിന്നെ ഒരബദ്ധം സംഭവിച്ചു പോയി. ദേ ഇവൻ കാരണമായെല്ലാം.
ഇവന്റെ ബിസിനസ് അന്ന് പൊളിഞ്ഞ് തകർന്നു നിന്നപ്പോൾ ഞാൻ സഹായിക്കാൻ പോയതാ. അതിങ്ങനെയൊക്കെ ആയിത്തീരുന്ന ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ലമ്മേ. ഈ ഒറ്റയെടുത്ത കാരണമാ എന്ന് പറയുമ്പം അച്ഛമ്മ ചോദിക്കുന്നുണ്ട്, പണ്ടും എന്റെ സച്ചിമണി നീ ഒറ്റപ്പെടുത്തിയതും ഇവൻ ഒറ്റയെടുത്ത കാരണമല്ലേ? ഇവന് വേണ്ടിയല്ലേ അവനെ നീ ഇപ്പോഴും ഒഴിവാക്കുന്നത് എന്ന് ചോദിക്കാണ്. എന്റെ മോനെ നശിപ്പിച്ചതും ഇല്ലാതാക്കിയതും എല്ലാം നീ ഒറ്റയെടുത്തിയാ. അവന്റെ സ്വഭാവം ഇങ്ങനെ ആയിപ്പോവാനും കാരണവും നീ മാത്രമാണ്. എന്നിട്ട് എന്റെ മോനെ ഒഴിവാക്കി നീ അവനെ അങ്ങ് സ്നേഹിച്ചു. അവന് വേണ്ടി നീ എന്തൊക്കെയാ ചെയ്തു കൂട്ടുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അമ്മേ, എനിക്കിത് അറിയാതെ സംഭവിച്ചു പോയതാ. ശരി, നിനക്കറിയാതെ സംഭവിച്ചു പോയി. സ്വർണം നീ കക്കാനെടുത്ത് കൊടുത്തു, മുക്കുവണ്ട മാറ്റി വെച്ചു. അത് മുക്കുവണ്ടമാണെന്ന് സച്ചിൻ്റെ തിരിച്ചറിഞ്ഞപ്പോ നീ എന്താ പറഞ്ഞത്? ഞാൻ മാറ്റിയെന്നല്ലേ? ഒന്നെങ്കിൽ ഞാന് അല്ലെങ്കിൽ രേവതിയുടെ വീട്ടുകാര്. കുറച്ചെങ്കിലും ഉളുപ്പുണ്ടോടി നിനക്ക്? അതെല്ലാം മാറ്റിയിട്ട് അതെല്ലാം ഞങ്ങളുടെ പേരിലാക്കാന് എന്തിനീന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും അവള് പറയുന്നുണ്ട്, അമ്മേ, ഞാനത് പിന്നെ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാ. അല്ലെങ്കിൽ രവിയേട്ടനെ തല്ലുവെന്ന് പേടിച്ചിട്ടാ. പിന്നെ അവൻ തല്ലാൻ പോവല്ലേ? ഇത്രയും കാലമായിട്ടും അവൻ നിന്നെ തല്ലിയിട്ടുണ്ടോടി? അതിന്റെ കുറവാ നിനക്ക് കാണുന്നത്. അത് തീർക്കാനാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. എന്തായാലും രവി ഇപ്പൊ വന്നതേ ഇവിടെ കയറി താമസിക്കാനല്ല. നീ പറഞ്ഞല്ലോ ഇത് നിന്റെ അച്ഛൻ സമ്പാദിച്ചുണ്ടാക്കിയ വീടാണെന്ന്. അതിന്റെ ക്ലാരിഫിക്കേഷനെ എനിക്കറിയണം. ഈ വീട്ടിലുള്ളവർക്കും അറിയണം ഇത് നിന്റെ അച്ഛൻ പണിതാണോ അതോ എൻ്റെ മോൻ പണിത വീടാണോ എന്ന്. ഇവിടെ നിൽക്കാൻ ആർക്കൊക്കെയുള്ള അവകാശമൊന്നും എനിക്കറിയണം. അതിനുവേണ്ടിയിട്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയാണ്, അത് പിന്നെ അമ്മേ, ഞാൻ അറിയാതെ പെട്ടെന്ന് പറഞ്ഞു പോയതാ. അങ്ങനെ പെട്ടെന്ന് പറഞ്ഞ കാര്യങ്ങളാണല്ലോ സത്യങ്ങളായിട്ട് വരുന്നത്. ആലോചിച്ച് ചിന്തിച്ചെടുത്താലേ സത്യങ്ങൾ പുറത്തേക്ക് വരില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അല്ല, നീ തന്നെ പറയണം ഈ വീടിന്റെ കാര്യത്തില് എന്താ സംഭവിച്ചെന്നും എന്താ ഉണ്ടായെന്നും നീ പറയണം. അല്ലെങ്കിലേ ഒരു നിമിഷം പോലും രവി ഇവിടെ നിൽക്കില്ല. രവി ഇപ്പൊ തന്നെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകും. പിന്നെ ജീവിതത്തിൽ ഒരിക്കലും നീ അവനെ കാണില്ല. വേണമെങ്കിലേ ഞാൻ ഡിവോഴ്സും ചെയ്യിപ്പിക്കും എന്നൊക്കെ പറയുമ്പോ ചന്ദ്ര പറയുന്നുണ്ട്, ശരിയാ, രവിയുടെ പറഞ്ഞതൊക്കെ ശരിയാ. ഈ സ്ഥലവേ അച്ഛനേക്ക് നൽകിയുള്ളൂ. അതിനകത്ത് ചെറിയൊരു കൂരയായിരുന്നു, ഒരു ഓലപ്പര. അത് പൊളിച്ച് ഈ പണിത് ഇത്രയും ആക്കിയത് രവിയേട്ടനാ. ആ സ്ഥലത്തിന്റെ പേരില ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്, അല്ലാതെ ഒന്നുമല്ല. രവിയേട്ട എന്നോട് ക്ഷമിക്കണം, പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോയതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോ അച്ഛമ്മ പറയാണ്, എല്ലാവരും കേട്ടല്ലോ, ഇവിടെ അച്ഛൻ കൊടുത്ത അന്ത് തരിശു ഭൂമിയായിരുന്നു ഇത്. അതിലെ ഇത്രയും വലിയ കെട്ടിടം പണിതിറക്കിയത് എന്റെ മോന. എന്നിട്ട് അവനൊരു അവകാശത്തിൽ ഇതിലല്ലേ അവള് സംസാരിക്കുന്നത് എന്നും പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. അങ്ങനെ എന്നിട്ട് അച്ഛമ്മ പറയാണ്, അല്ല നീയേ എന്നെ കുറെ പറഞ്ഞല്ലോ, ഞാനാണ് ആ സ്വർണം അടിച്ചു മാറ്റിയെന്ന്. അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനുണ്ടോ? അമ്മേ, അത് ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. ഞാൻ പറഞ്ഞല്ലോ, അപ്പോഴത്തെ സാഹചര്യത്തില് എനിക്ക് വേറൊന്നും തോന്നിയില്ല, അതുകൊണ്ടാ. ശരി, സമ്മതിച്ചു. അതും പോട്ടെ, ഈ രേവതിയോടോ? നീ രേവതിനെ എന്തൊക്കെ പറഞ്ഞു? അത് കഴിഞ്ഞിട്ട് നീ അടങ്ങിയിരുന്നോ? ഇവരെ തമ്മിൽ തെറ്റിച്ചത് ഇവളാണെന്നും നീ പറഞ്ഞുണ്ടാക്കിയില്ലേ? അതിന് നീ എന്താ മറുപടി പറയാൻ പോണത്? അമ്മേ, അത് പിന്നെ പറയടി, നീ എന്താ പറയേണ്ടത്? അപ്പോ അവള് പറയാണ്, ചന്ദ്ര പറയുന്നുണ്ട്, അമ്മേ സോറി, എന്നോട് ക്ഷമിക്കേ. അതെ, സോറി പറയേണ്ടത് എന്നോടല്ല, രേവതിയോടാ. രേവതിയോട് നീ മാപ്പ് പറഞ്ഞാലേ ഈ പ്രശ്നം ഇപ്പൊ അവസാനിക്കും. രേവതിയോട് നീ മാപ്പ് പറഞ്ഞില്ലെങ്കിലേ ഈ നിമിഷം രവി ഞാനും ഇവിടെ നിറങ്ങും. പിന്നെ ഒരിക്കലും നീ രവിയെ ജീവിതത്തിൽ കാണില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര ആകെപ്പാടെ ആശയക്കുഴപ്പത്തിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ. വർഷ പറയുന്നുണ്ട്, ഇത് തന്നെയാ വേണ്ടത്. ആന്റി ചെയ്ത തെറ്റിന് ഇത് മാത്രം കൊടുത്താൽ പോരച്ചമ്മേ, നല്ല അടിയും കൂടെ കൊടുക്കണം. ആന്റിക്ക് നല്ല തല്ലിന്റെ കുറവാ. ഇത്രയൊക്കെ സച്ചേരിനെ ഉപദ്രവിച്ചിട്ടും ആന്റിക്ക് എന്തെങ്കിലും ഒരു മടിയുണ്ടോ? നോയ്ക്ക് എന്തെങ്കിലും ഉളുപ്പുണ്ടോ? മുഖത്ത് ഒരു ഉളുപ്പെങ്കിലും കാണുന്നുണ്ടോ? സുധിയേട്ടന് വേണ്ടി എല്ലാം ചെയ്തിരിക്കുക. എന്നിട്ട് എന്തൊക്കെ കള്ളത്തിനുകളാ ഇവിടെ ഉണ്ടാക്കിയത്? രേവതിച്ചും സച്ചേട്ടനും എന്തോ ഭാഗ്യത്തിനാ അന്ന് സ്റ്റേഷനിലാവാഞ്ഞത്. അത് അറിഞ്ഞിട്ട് പോലും ഒരു കുലുക്കവും ഈ അമ്മയ്ക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള അമ്മയ്ക്ക് വേണ്ടി സപ്പോർട്ട് എടുക്കേണ്ട ഒരു കാര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇവള് ദേഷ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ അച്ഛമ്മയാണെങ്കിൽ അവളോട് സോറി പറയാൻ പറയാണ്. നിവൃത്തിയില്ലാതെ, വേറൊരു നിവൃത്തിയില്ലാതെ രേവതിന് മുമ്പിലേക്ക് നമ്മുടെ ചന്ദ്ര വരുന്നുണ്ട്. കൈ കൂപ്പുമ്പോഴേക്കും, അയ്യോ അമ്മേ, അതൊന്നും വേണ്ട, എനിക്ക് കുഴപ്പമില്ലെന്ന് പറയുമ്പോ അച്ഛമ്മ പറയാണ്, മിണ്ടായിരിക്കട്ടെ രേവതി, നിങ്ങളോട് ഞാൻ എന്താ പറഞ്ഞത്? മിണ്ടി പോവരുത്, ഒരക്ഷരം മിണ്ടാതെ അവിടെ നിന്നോണം എന്ന് പറയുമ്പോഴേക്കും രേവതി മിണ്ടാതെ തല കുനിച്ച് നിൽക്കാണ്. അവളുടെ മുമ്പിലേക്ക് കയ്യും കുപ്പി വന്നുകൊണ്ട് ചന്ദ്ര പറയുന്നുണ്ട്, രേവതി സോറി, എന്നോട് ക്ഷമിച്ചേരെ, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ, ഇനി ഞാൻ ആവർത്തിക്കില്ല എന്നും പറയുന്നുണ്ട്. ആ മതി, ഇത്ര മാത്രം മതി. നീയെ ചെയ്ത തെറ്റിന് നിനക്കുള്ള ശിക്ഷയായത്. നീ ഏറ്റവും അധികം വെറുക്കപ്പെടുന്നതിന്റെ മരുമകളല്ലേ ഈ രേവതി. അവളുടെ മുമ്പില് നീ കൈകൂപ്പി മാപ്പ് പറയണം.
അതായിരുന്നു നിനക്കുള്ള ശിക്ഷ. അത് നീ അനുഭവിച്ചു. ഇനി മേലാൽ നീ ഇമ്മാതിരി പണി ഇവന് വേണ്ടിയോ ഇവന്റെ ഭാര്യയ്ക്ക് വേണ്ടിയോ ചെയ്തെന്നങ്ങളെ ഞാൻ അറിഞ്ഞ നിന്നെ ശരിയാക്കും. ഈ കലാവധി ആരാണെന്നേ നീ അറിയും. ഇനി എങ്ങാണം രവിനെയോ രേവതിനെയോ സച്ചിനെയോ ദ്രോഹിച്ചുവെന്നോ അവരെ വിഷമിപ്പിച്ചത് ഞാൻ കേട്ടാ ഞാൻ ഇങ്ങോട്ടൊരു വരും, നിനക്കറിയാലോ എന്ന് പറയാണ്. അച്ഛമ്മേ, ഞാൻ പറഞ്ഞല്ലോ, സോറി, ഇനി എന്റെ ഭാഗത്തൊന്നും ഉണ്ടാവില്ല എന്ന് ചന്ദ്ര വീണ്ടും പറയുന്നുണ്ട്. ശരി ശരി, ഇവനെ ഇങ്ങോട്ടേക്ക് ഇനി ഒരിക്കലും വരില്ലെന്ന് പറഞ്ഞിരുന്നതാ ഞാളെ നിർബന്ധിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. അതിന്റെ കാരണവും നിനക്കറിയാലോ. എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും നീയോ ഇവന് ഭാര്യയും ഭർത്താവുമാ, പിണങ്ങിയിരിക്കാൻ പാടില്ല. ആ ഒരു തോന്നലുകൊണ്ട് മാത്രമാണ് ഞാൻ കൊണ്ടുവന്നത്. അല്ലാതെ നിന്റെ ഇമ്മാതിരി തോന്നിവാസങ്ങൾക്ക് അനുവദിച്ചു കൊടുക്കാനൊന്നും എനിക്ക് പറ്റില്ല. ഇത് നിന്റെ ലാസ്റ്റ് വാണിങ്ങ, നീ ഓർത്തോളം എന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും സുധി പറയാണ്, ഞാൻ അപ്പളേ പറഞ്ഞില്ലേമേ അച്ഛനെങ്ങ് വരുമെന്ന്. നമ്മുടെ അച്ഛൻ അങ്ങോട്ട് എണീറ്റ് അങ്ങോട്ട് ചെന്നിട്ടുണ്ടല്ലോ, നമ്മുടെ സുധിയുടെ ഷർട്ടിന്റെ കോളറിനെ കുത്തിപ്പിടിച്ചിട്ട് താലങ്ങും വേലങ്ങും ഇട്ട് അടിക്കുന്നുണ്ട്. ശ്രുതിയാണെങ്കിലോ അച്ഛമ്മ മാറച്ചമ്മ എന്ന് പറഞ്ഞാൽ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അച്ഛമ്മ നല്ല തല്ലു കൊടുക്കുക കേട്ടോ. വേറെ ആരും ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല. ശ്രുതി നന്നായിട്ട് അടികൊള്ളുന്നുണ്ട്. നീ ഒറ്റ ഒരുത്തം കാരണ ഈ വീട്ടിൽ ഇത്രയൊക്കെ പ്രശ്നം. ചെറുപ്പകാലം തൊട്ടേ നീ ഒരുത്തം കാരണമാണ് ഈ വീട്ടിൽ എല്ലാ ബഹളം ഉണ്ടായിരിക്കുന്നത്. ഈ വീടിന്റെ സമാധാനം നശിപ്പിക്കാനുണ്ടായ മുടിഞ്ഞ പുത്രനാ നീ, മൂത്ത പുത്രൻ. നീ കാരണല്ലേടാ എന്റെ സച്ചിവൻ ഇത്രയൊക്കെ അനുഭവിക്കേണ്ടി വന്നത്. സച്ചിവൻ മാത്രമോ രവിയും ഇത്ര അധികം അനുഭവിച്ചതും ബുദ്ധിമുട്ടിയതും നീ ഒറ്റ ഒരുത്തം കാരണം. 8 ഡിഗ്രിയുള്ള ഒരു മണ്ടൻ, ഒരു മണുകുണാഞ്ചൻ എന്നൊക്കെ പറയുന്നുണ്ട്. ആദ്യം എന്റെ മോൻ സമ്പാദിച്ച 50 ലക്ഷം രൂപ കൊണ്ട് നീ കളഞ്ഞില്ലേ? അതും പോരാഞ്ഞിട്ട് ഇപ്പോ രേവതിയുടെ സ്വർണ്ണ കട്ടെടുത്ത് വിറ്റിരിക്കുന്നു. അതിന്നും ഉണ്ടാക്കി അവൻ 5 ലക്ഷം രൂപ. നാണം കെട്ടവൻ എന്നൊക്കെ പറയുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ആ കൊടുക്കാന്ന് പറഞ്ഞ തുക പലിശ സഹിതം കൊടുത്തോണം, അല്ലെങ്കിൽ നീ ആയിരിക്കും അടുത്ത് വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പോണത്. മനസ്സിലായല്ലോടാ എന്ന് പറയുന്നുണ്ട്. നിനക്കെങ്ങാണ് ഇനി മേലാൽ നിന്റെ തള്ള സപ്പോർട്ട് ചെയ്താലേ അവളെ ഞാൻ ശരിയാക്കും. പിന്നെ നീ ഒരിക്കലും നിന്റെ അച്ഛനെ കാണേണ്ടി വരില്ല എന്ന് പറയുന്നുണ്ട്. സുധി പറയാണ്, അച്ഛനെ എനിക്കൊരു അബദ്ധം പറ്റി പോയതാ, അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി എന്ന് പറയുമ്പോ, ശരി, സംഭവിച്ചു പോയതിന് നീ ആരോടായിരുന്നു മാപ്പ് പറയേണ്ടത്? രേവതി കാരണമാണല്ലോ നിനക്കിങ്ങനെ തലയുയർത്തി പിടിച്ചോണ്ട് നിൽക്കാൻ പറ്റുന്നത്. അവൾ എങ്ങാണ്ടും കൊണ്ടൊരു കേസ് കൊടുത്താലേ, നിന്റെ സ്വർണം കട്ട് വിറ്റു എന്ന് പറഞ്ഞ കേസ് കൊടുത്താലേ നീ അകത്ത് കിടക്കും, അറിയാലോ എന്ന് ചോദിക്കാണ്. അയ്യോ, അങ്ങനൊന്നും ചെയ്യില്ലേ, ഞാൻ അറിയാതെ ചെയ്തു പോയതാ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അച്ഛമ്മ പറയാണ്, എന്തായാലും പ്രശ്നങ്ങളെല്ലാം ഈ രീതിക്ക് അവസാനിച്ചതിലേ എനിക്ക് നല്ല സന്തോഷമുണ്ട്. എന്തായാലും ഞാൻ പോവാ. ഞാനിവിടെ അങ്ങനെ അധികം നേരം നിൽക്കുന്നില്ല. നിന്നാലേ ശരിയാവില്ല. പലരുടെ മുഖം കാണുമ്പോഴേ നല്ല തല്ലുടക്കം തന്നെ എനിക്ക് തോന്നുന്നത് എന്ന് പറയുന്നുണ്ട്. അതെന്നെ കൊണ്ട് എടുപ്പിക്കരുത്. എന്നിട്ട് വർഷയോട് പറയുന്നുണ്ട്, വർഷേ എല്ലാ ദിവസവും ഞാൻ വിളിക്കും. ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന് അപ്പം എന്നെ അറിയിച്ചോണം. അല്ലാതെ പറയാതങ്ങൾ ഇരുന്നാണ്ടല്ലോ എല്ലാത്തിനും ശരിയാക്കും ഞാന്. അത് മാത്രല്ല, രേവതി മോളെ ഇവിടിട്ട് കുത്തുവാക്ക് പറയുകയോ കഷ്ടപ്പെടുത്തുകയോ ചെയ്തെന്ന് അറിഞ്ഞാലേ ഞാൻ നിമിഷം പറഞ്ഞങ്ങ് വരും, എല്ലാത്തിനും ശരിയാക്കാൻ. മനസ്സിലായല്ലോ എന്ന് പറയാണ്. രവിയോട് പറയുന്നുണ്ട്, മോനെ ഞാൻ പോട്ടെ. പിന്നെ നീ ഇങ്ങോട്ട് വരില്ലെന്ന് പറഞ്ഞിരിക്കല്ലായിരുന്നോ? പക്ഷേ ഒരു ഭാര്യയുടെ കൂടെ ഒരു ഭർത്താവ് ജീവിച്ചാലേ ആ ദാമ്പത്യത്തിന് ഒരു സൗന്ദര്യമുള്ളൂ. പിണങ്ങി പിരിഞ്ഞു കഴിഞ്ഞാലേ അതിലൊന്നും ഒരു സൗന്ദര്യമില്ല. എത്രയൊക്കെ പിണക്കങ്ങളുണ്ടായാലും അതിനൊരു ഇണക്കം വേണം. അതാണ് ദാമ്പത്യം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് തെറ്റുകളൊക്കെ ചെയ്യും. അതൊക്കെ മറക്കാനും ക്ഷമിക്കാനും ഒക്കെ പഠിക്കണം. എങ്കിലേ നല്ലൊരു ദാമ്പത്യം മുന്നോട്ട് പോവുള്ളൂ. ഇവള് പണ്ടേ ഒരു അഹങ്കാരം തോന്നിവാസിയാണെന്നൊക്കെ നിനക്കറിയാലോ. അതൊന്നും നീ ഇപ്പൊ കാര്യാക്കണ്ട. അവക്കുള്ള ഡോസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി അവൾ ആവർത്തിച്ച എന്താ സംഭവിക്കാൻ പോണെന്നേ അവക്കറിയാം. അതുകൊണ്ട് മോൻ വിഷമിക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് അച്ഛമ്മ അവിടുന്ന് തിരിച്ചിറങ്ങാണ്. സച്ചി പറയുന്നുണ്ട്, അച്ഛമ്മ നാളെ പോവാം. വേണ്ട വേണ്ട, ഞാൻ നിന്നാലേ ശരിയാവില്ല. ഞാൻ പറഞ്ഞല്ലോ, പലരുടെ മുഖം കാണുമ്പോഴേ അടിച്ച് പരത്താൻ എനിക്ക് തോന്നുന്നത്. അത് മാത്രല്ലടാ, എനിക്കവിടെ പണിയുണ്ട്. നീ കണ്ടതല്ലേ, നീ എന്നെ ബസ് സ്റ്റോപ്പിൽ ആക്കിയാ മതി, ഞാൻ പൊക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് അച്ഛമ്മ പോകുന്നുണ്ട്. അങ്ങനെ രവിയാണെങ്കിൽ ഒന്നും മിണ്ടാതെ ബാഗൊക്കെ ആയിട്ട് നേരെ മുറിയിലേക്ക് പോവാണ്. രേവതിയുടെ മുഖത്തേക്ക് തറപ്പിച്ച് നോക്കുവാണ് കേട്ടോ നമ്മുടെ ചന്ദ്ര. ഈ സമയത്ത് വർഷ പറയുന്നുണ്ട്, അതെ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാലേ അച്ഛമ്മ അറിയിക്കണം, അച്ഛമ്മ പറഞ്ഞിട്ടുണ്ട്. എന്താ ഞാൻ വിളിച്ച് പറയണോ എന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര മിണ്ടാതെ കയറി പോകുന്നുണ്ട് കേട്ടോ. ശ്രുതിയാണെങ്കിലോ ശ്രുതിയെയും കൂട്ടിക്കൊണ്ട് ശ്രുതിയും മുകളിലേക്ക് കയറി പോവാണ്. വർഷ പറയുന്നുണ്ട്, ചേച്ചി ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ആന്റി എന്ത് പറഞ്ഞാലും ഈ മിണ്ടാതിരിക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ അതങ്ങ് മാറ്റിയേ. അപ്പ മറുപടി പറഞ്ഞാലേ ശരിയാവുള്ളൂ. അല്ലെങ്കിലേ ഇവരൊക്കെ നമ്മുടെ തല കയറുന്ന മുള കരിക്കും. അതിനിയെങ്കിലും ഓർത്താലേ ചേച്ചിക്ക് കൊള്ളാം എന്നും പറഞ്ഞുകൊണ്ട് വർഷയകത്തേക്ക് കയറി പോവാണ് കേട്ടോ.
അങ്ങനെ രൂപത്തിൽ ആ പ്രശ്നം ഒന്ന് സോൾവ് ആവുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ സ്റ്റോറീസ് ഒക്കെ നമ്മുടെ ചാനലിലൂടെ എല്ലാ ദിവസവും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ടേ. മിസ്സാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.